നമസ്കാരം എല്ലാവർക്കും. ഫ്രൈഡ് കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതി തന്നെയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതിയിൽ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോകാം. താങ്ക് യു. ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡ് റൈസിന് റൈസ് വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്നത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ എടുക്കുന്നത് 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ബസ്മതി റൈസാണ് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് റൈസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ റൈസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ കഴുകിയിടണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് റൈസിനെ അങ്ങനെ കഴുകിയിടാം. അപ്പോൾ റൈസ് കഴുകുമ്പോൾ നമ്മൾ ഈ കുത്തേരി കഴുകുന്നമാതിരി കഴുകരുത്. റൈസ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ കഴുകിയെടുക്കണം കേട്ടോ. പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി ഒരുപാട് കുത്തി ഇളക്കാതെ റൈസ് കഴുകിയെടുക്കുക. അതിന് ശേഷം നമുക്ക് റൈസിൻ്റെ ഇപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി ഏകദേശം. അപ്പോൾ നമുക്ക് അതിന് റൈസിനെ എന്നിട്ട് കൊടുക്കാം. ഇതിൻ്റെ വേവ് എന്ന് പറഞ്ഞത് ഹാഫ് ബോയിൽഡ് എന്നാണ് പറയുന്നത് ഫ്രൈഡ് റൈസിൻ്റെ. അതായത് ഒരു ഹാഫിൽ മേലെ ആകുമ്പോൾ നമ്മളിത് ഊറ്റി വയ്ക്കണം. ഏകദേശം ഒരു 3/4 വേവ് മതിയാവും കേട്ടോ റൈസിന് വേവ്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തായിരുന്നു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചെറുനാരങ്ങയുടെ പീസിന് ഒരു ചെറുനാരങ്ങ നീരും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട കുത്തൂല്ല. അതുമാതിരി റൈസ് ഇങ്ങനെ പൊന്തി തിളച്ചൊന്നും പോകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റൈസ് ഹാഫ് ബോയിൽഡാണ് നമ്മൾ ഫ്രൈഡ് റൈസിന് എടുക്കേണ്ടത്. അതൊരു 3/4 ഭാഗത്തിൻ്റെ അകത്ത് വേവ് മതിയാവും. നമ്മുടെ റൈസൊക്കെ ഏകദേശം വേവാറായിട്ടുണ്ട്. പിന്നെ റൈസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഫ്രൈഡ് റൈസിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും റൈസ് വേവിച്ച് വയ്ക്കണം കേട്ടോ. ഇതിന് തണുത്ത റൈസാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഏകദേശം തിളച്ച് നമ്മൾ ഊറ്റാനായിട്ട് സ്റ്റൈനറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊറ്റി വയ്ക്കാം. എന്നിട്ട് തണുക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും തണുത്തതിന് ശേഷം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കേണ്ടത്. പിന്നെ അതേ റൈസ് ഊറ്റാണ്ടാ. നിങ്ങൾക്ക് മാർബിളിൻ്റെ എന്തെങ്കിലും തറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തണുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോയി തണുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ റൈസൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ചിക്കനാണ്. ഫ്രൈഡ് റൈസിന് വേണ്ടി ചിക്കനാണ് ഞാൻ റെഡിയാക്കിക്കണേ. ഇത് ചിക്കൻ ഒരു ബ്രസ്റ്റ് പീസ് ഞാൻ ബോയിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി വേണ്ട പച്ചക്കറി ഞാൻ കാണിച്ചു തരാം. കാബേജ് ചോപ്പ് ചെയ്ത് ഒരു ഹാഫ്. പിന്നെ കുറച്ച് സെല്ലറി. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും സെല്ലറി. കുറച്ച് മതിയാവും കേട്ടോ. ഞാൻ കുറച്ച് ഇടുള്ളൂ. പിന്നെ സ്പ്രിംഗ് ഒനിയനാണ്. അതും കടന്ന് മേടിക്കാൻ കിട്ടും. 2 സൈഡും കട്ട് ചെയ്തെടുക്കുക, ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ 2 ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ കുറച്ച് ബീൻസ് ചോപ്പ് ചെയ്ത് വയ്ക്കുക. ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് വയ്ക്കുക. ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. സെല്ലറി ഞാൻ ഫുൾ ഉപയോഗിക്കില്ല കേട്ടോ. ഇത് നമുക്ക് കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഉരുളി വയ്ക്കാം കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിലാകുമ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം കടയിലൊക്കെ നമ്മൾ കടായിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതേ ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഒന്നിൻ്റെ മുട്ട കൊത്തി പൊരിക്കണം ആദ്യം തന്നെ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 മുട്ടയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വേണമെങ്കിൽ 1-2 മുട്ട ഒക്കെ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം കേട്ടോ. ആദ്യം മുട്ട നമ്മൾ ഇട്ടിട്ട് അതിനെ കൊത്തി പൊരിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇടേണ്ടത് കേട്ടോ. ചിക്കൻ ഞാൻ പറഞ്ഞ് വെറുതെ വെള്ളത്തിൽ നിന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഒരു ബ്രസ്റ്റിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ വെറുതെ വേവിച്ചെടുക്കുകയാണ്. വെള്ളത്തിൽ വേവിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുമാതിരി നന്നായിട്ട് ചിക്കി വരണം. ആദ്യം കൂടുതൽ ഓയിൽ ഒഴിക്കാതെ കുറച്ച് ഓയിലിൽ തന്നെ നമുക്ക് മുട്ട അങ്ങനെ കൊത്തിപ്പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ ചിക്കി നല്ല റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഈ ലെവലിൽ തന്നെ വരണം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് ഞാൻ പറഞ്ഞ മാതിരി വേണമെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ചെറിയ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ബോയിലാക്കി എടുത്തത്. അതിനെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ കൂട്ടേണ്ടത് ചിക്കൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ഒരു ഫുൾ ചിക്കൻ്റെ ബ്രസ്റ്റൊക്കെ എടുത്തിട്ട് മാംസം മാത്രം എടുത്തിട്ട് നല്ല ചെറിയ ചെറിയ പീസായിട്ട് കൊത്തിയെടുക്കുക. എന്നിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മുട്ട കൊത്തി പൊരിച്ചു അതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ.
ഇനി നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളാണ് ചേർക്കുന്നത്. ഞാൻ ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്, ബീൻസ് ചേർക്കുന്നുണ്ട്, ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് വെച്ച് ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്യുമ്പോൾ 2 തലയും വാലായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആ തുമ്പ് സൈഡുള്ളത് നമുക്ക് സ്പ്രിംഗ് മാതിരി ഇരിക്കുന്നത് ലാസ്റ്റ് ചേർക്കാം കുറച്ച്, അത് ഗാർണിഷ് ചെയ്യാനാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് സെല്ലറി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാബേജ് ഉണ്ട്, ക്യാബേജ് ഒന്നുകൂടി വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കുക, കാരണം വെജിറ്റബിൾ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്കിതും കൂടി നന്നായിട്ട് ചേർത്ത് ഇളക്കാം. അപ്പം ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിതിനു വേണ്ടി എടുക്കുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. ഹോട്ടലിലായാലും നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. വെജിറ്റബിൾ പെട്ടെന്ന് വാടി വരും, ചെറിയായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഓയിൽ തന്നെ കിടന്ന് വാടി വരും. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. വാടിയതിന് ശേഷം മാത്രം നമുക്ക് ചേർക്കാം. അപ്പം ക്യാബേജും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫുള്ള് വാടിയതിന് ശേഷം മാത്രം ബീൻസും ക്യാരറ്റൊന്ന് വാടിയതിന് ശേഷം മാത്രം ക്യാബേജ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാബേജ് പെട്ടെന്ന് വാടുന്നതാണ്. പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിളിൽ നിന്ന് വാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളനുസരിച്ചിട്ട് ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ വാടിയിട്ടുണ്ട്. നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിളിൻ്റെ അളവ് കൂട്ടാം, റൈസിൻ്റെ അളവും കൂട്ടി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 7-8 പേർക്ക് കഴിക്കാനുള്ള റൈസാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും കഴിക്കാനുള്ള റൈസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കത് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ സൈഡിലേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം വെജിറ്റബിളും റൈസും കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം നമുക്ക് മറ്റേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമെന്നാണ്. നമ്മൾ റൈസ് വയ്ക്കുമ്പോൾ ഉപ്പ് ഇടുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഉപ്പും മറ്റുള്ള മസാലകളൊക്കെ ചേർക്കുന്നത്. എല്ലാ സൈഡിലേക്കും റൈസ് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം വെജിറ്റബിളും റൈസും കൂടി ഒന്ന് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊടികൾ ചേർത്ത് കൊടുക്കാമെന്നാണ്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അനുസരിച്ച് ചേർക്കാം. ആദ്യം നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് കൂടാതെ നോക്കുക, കുറച്ചിട്ട് നമുക്ക് ലാസ്റ്റ് കൂട്ടി കൊടുക്കാം. ആദ്യം ഉപ്പിട്ട് കൊടുത്തു, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് പെപ്പർ പൊടിയാണ്. വൈറ്റ് പെപ്പർ പൊടി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ആരും ബ്ലാക്ക് പെപ്പർ പൊടി യൂസ് ചെയ്യരുത്. അത് ചേർത്ത് കഴിഞ്ഞാൽ കളറ് മാറിപ്പോവും, അതുമാതിരിയല്ല സ്പൈസിയും കൂടുതലായിപ്പോവും. പിന്നെ ഞാൻ ചേർക്കുന്നത് അജിനോമോട്ടോ ആണ്. കുറച്ച് അജിനോമോട്ടോ കൂടി ചേർത്താൽ മാത്രമാണ് ചൈനീസ് ഫുഡുകൾക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ആർക്കും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പക്ഷേ ചൈനീസിന് ഫുഡിന് മസ്റ്റായിട്ട് അജിനോമോട്ടോ ചേർക്കണം. നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അജിനോമോട്ടോ നമ്മൾ പറയുന്നത് തന്നെ ചൈനീസ് സാൾട്ട് എന്നാണ്. അപ്പോൾ ചൈനീസ് ഫുഡുകൾക്ക് ഇത് മസ്റ്റായിട്ട് ചേർത്താൽ മാത്രമാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതാണ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളൂ. മസാലകളും റൈസൊക്കെ ഇടാൻ നേരത്തൊന്ന് തീ കുറച്ച് കൊടുക്കുക, പിന്നെ നമ്മൾ തീ കൂട്ടി കൊടുക്കണം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലാകെ ചേർക്കാനുള്ളത് കുറച്ച് സോയാ സോസും കൂടിയാണ്. അത് റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് എല്ലാവരും ഇളക്കിയതിന് ശേഷം നമുക്കിത് ഉപ്പൊക്കെ നോക്കി അതിന് ശേഷമാണ് നമ്മൾ സോയ ചേർക്കുന്നത്. ഫൈനൽ സ്റ്റേജിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ സോയ ചേർക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ കുറച്ച് സോയയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സോയ ചേർത്ത് കൊടുക്കരുത്. ഇതിപ്പം ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറും, ഫ്രൈഡ് റൈസിൻ്റെ ഒറിജിനൽ കളറിലേക്ക് മാറും. ഇപ്പോൾ എന്നിട്ട് സോയയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക, ഒന്നുകൂടി ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ല റൈസ് ഫ്രൈ ആയിട്ട് വരണം. അതായത് നമ്മൾ സാധാ റൈസ് പച്ചരി ചോറ് തിന്നുന്ന മാതിരി അല്ല കേട്ടോ. അത് കുറച്ച് ഒരു പിടുത്തമുണ്ടാവും. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 3/4 വേവാണ് ഇതിൻ്റെ പാകം. പിന്നെ റൈസ് ഒന്ന് ഇതിനകത്ത് കിടന്ന് ചെറുങ്ങനെ ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി തീ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ സോയ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് റൈസിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കണം, ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കണം. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കടായിലാണ് അടിക്കുന്നത്. തീ കൂട്ടിയിട്ടിട്ട് പടപടാന്ന് അടിച്ചിടുകയാണ് ചെയ്യുന്നത്.
കടായിൽ. അപ്പോൾ നമുക്ക് ഉരുളിയാകുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങളില്ല. അപ്പോൾ നമ്മൾ തീകിട്ടി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിടുക. അപ്പോൾ ആ റൈസൊക്കെ നന്നായിട്ട് ഏകദേശം ഫ്രൈ ആയിട്ട് വരും. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ റൈസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഹോട്ടലിൽ കിട്ടുന്ന അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ലെവലുള്ള ഫ്രൈഡ് റൈസിൻ്റെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വൈറ്റ് പെപ്പർ പൊടി, സ്പൈസി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് പെപ്പർ പൊടി ചേർത്ത് കൊടുക്കുക. ഒരിക്കലും ബ്ലാക്ക് ചേർക്കാതിരിക്കുക. ബ്ലാക്ക് ചേർത്ത് കുഴപ്പമുണ്ടായിട്ടല്ല, കുറച്ച് സ്പൈസി കൂടുതലായിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ റൈസിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ആരും ബ്ലാക്ക് പെപ്പർ പൊടി യൂസ് ചെയ്യുന്നത് ഞാൻ പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് തീ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഏകദേശം ഫ്രൈ ആയിട്ട് വരും. നല്ല ടേസ്റ്റായിട്ട് കിട്ടും. നല്ല മിക്സിങ് ആയി മാത്രമേ നമുക്ക് ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾ ഹോട്ടലിൽ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ആദ്യത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ മേലേക്കിട്ട് കൊടുക്കുക. സംഭവം എളുപ്പമാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻ ഒന്ന് ശ്രദ്ധിക്കണം മാത്രം. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തോളൂരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചില്ലി ചിക്കൻ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത റെസിപ്പിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.